KineMaster ഓപ്പൺ ചെയ്യാം. ഒരു പുതിയ പ്രോജക്റ്റിനായി ക്രിയേറ്റ് ന്യൂ കൊടുക്കുക. ഇവയിൽ നിന്നും 4:5 എന്ന ഈ ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്ത് ക്രിയേറ്റ് കൊടുക്കുക. ഇമേജ് അസസിൽ നിന്നും ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യുക. ടൈം ലൈനിൽ നിന്നും ഈ ലെയറിന്റെ ഡ്യൂറേഷൻ കുറച്ചു ദൂരം എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. വീഡിയോയിലേക്ക് വരേണ്ട ആദ്യത്തെ ഇമേജ് ഓപ്പൺ ചെയ്യുക. സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാംഗിൾ കൊടുക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും അഡ്ജസ്റ്റ്മെന്റ് സെലക്ട് ചെയ്യുക. സാച്ചുറേഷൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇമേജിന്റെ സാച്ചുറേഷൻ ലെവൽ മാക്സിമം കുറച്ചു കൊടുക്കുക. ടൈം ലൈനിൽ നിന്നും ഈ ലെയറിന്റെ ഡ്യൂറേഷനും കുറച്ചു ദൂരം എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. ഇമേജ് അസസിൽ നിന്നും ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യുക. സ്ക്രീനിൽ നിന്നും ഈ ലെയർ ബാക്ക്ഗ്രൗണ്ട് പൂർണ്ണമായും മറയുന്ന രീതിയിൽ എൻലാർജ് ചെയ്ത് വെക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും ആൽഫ സെലക്ട് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇമേജിന്റെ ഒപ്പാസിറ്റി ഈ രീതിയിൽ ഒരൽപ്പം കുറച്ചു വെക്കുക. ടൈം ലൈനിൽ നിന്നും ഈ ലെയറിന്റെ ഡ്യൂറേഷനും കുറച്ചു ദൂരം എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള പാർട്ടിക്കിൾ വീഡിയോ ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. ഓപ്ഷൻ ബാറിൽ നിന്നും സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാംഗിൾ കൊടുക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും ബ്ലെൻഡിംഗ് സെലക്ട് ചെയ്യുക. ഇവയിൽ നിന്നും ബ്ലെൻഡിംഗ് ഒപ്പാസിറ്റിയായി സ്ക്രീൻ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ഗ്രീൻ സ്ക്രീൻ വീഡിയോ ടെംപ്ലേറ്റ് ലെയർ ഓപ്പൺ ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. ഓപ്ഷൻ ബാറിൽ നിന്നും ക്രോപ്പിംഗ് സെലക്ട് ചെയ്യുക. ഇമേജ് ഗ്രീൻ സ്ക്രീൻ മാത്രമായി വരുന്ന രീതിയിൽ ക്രോപ്പ് ചെയ്തെടുക്കുക. സ്ക്രീനിൽ നിന്നും ഈ ലെയർ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ഭാഗത്തായി കൊണ്ടുവന്ന് വെക്കുക. കർസർ പതിയെ മുന്നോട്ട് മൂവ് ചെയ്യിച്ച് ഗ്രീൻ സ്ക്രീൻ അവസാനിക്കുന്ന ഭാഗത്തായി, അതായത് ബ്ലാക്ക് സ്ക്രീൻ വരുന്ന ഭാഗത്തായി നിർത്തുക. ടൈം ലൈനിൽ നിന്നും ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ട്രിം ഓർ സ്പ്ലിറ്റ് സെലക്ട് ചെയ്യുക. ട്രിം റൈറ്റ് കൊടുക്കുക. ഈ 3 ഡോട്ട്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക. ഈ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ ആദ്യത്തെ ലെയറിന്റെ എൻഡിങ്ങിൽ കൊണ്ടുവന്ന് വെക്കുക. ഈ രീതിയിൽ നിങ്ങൾക്ക് വേണ്ട അത്രയും ഡ്യൂപ്ലിക്കേറ്റുകൾ എടുത്തു വെക്കുക. ഇവിടെ നമുക്ക് 5 ഇമേജുകൾക്ക് വേണ്ടിയുള്ള ലെയർ സെഗ്മെന്റുകൾ എടുത്തു വെക്കാം. ഇവിടെ വേണ്ട എല്ലാ ഡ്യൂപ്ലിക്കേറ്റുകളും എടുത്തു വെച്ചു കഴിഞ്ഞിട്ടുണ്ട്. ടൈം ലൈനിലുള്ള എല്ലാ ലെയറുകളുടെയും എൻഡിങ് അവസാനത്തെ ഡ്യൂപ്ലിക്കേറ്റ് ലെയറിന്റെ എൻഡിങ്ങിന് അനുസൃതമായി ട്രിം ചെയ്ത് വെക്കുക. ടൈം ലൈനിന് മുന്നിലെത്താം. കർസർ ആദ്യത്തെ 2 ഗ്രീൻ സ്ക്രീൻ ലെയർ സെഗ്മെന്റുകൾക്ക് നടുവിലായി വെക്കുക. ടൈം ലൈനിൽ നിന്നും ഇമേജ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ട്രിം ഓർ സ്പ്ലിറ്റ് സെലക്ട് ചെയ്യുക. സ്പ്ലിറ്റ് കൊടുക്കുക. റീപ്ലേസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് രണ്ടാമതായി വരേണ്ട ഇമേജ് ഓപ്പൺ ചെയ്യുക. ഈ രീതിയിൽ ഓരോ 2 ലെയർ സെഗ്മെന്റുകൾക്കും നടുവിലായി കർസർ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാ ഇമേജുകളും ഒന്നൊന്നായി റീപ്ലേസ് ചെയ്ത് വെക്കുക. ഇവിടെ വേണ്ട 5 ഇമേജുകളും വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്രോജക്റ്റ് എക്സ്പോർട്ട് ചെയ്യിക്കുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യുക. സേവ് ആസ് വീഡിയോ കൊടുക്കുക. എക്സ്പോർട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഈ വിൻഡോ ക്ലോസ് ചെയ്ത് പ്രോജക്റ്റിലേക്ക് തിരികെ എത്താം. ടൈം ലൈനിൽ നിന്നും ഇമേജ് ലെയറുകളും ആദ്യത്തെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ലെയറും ഒഴിച്ചുള്ള ബാക്കി എല്ലാ ലെയറുകളും ഒന്നൊന്നായി ഡിലീറ്റ് ചെയ്ത് കളയുക. ടൈം ലൈനിൽ നിന്നും ആദ്യത്തെ ഇമേജ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്ഷൻ ബാറിൽ നിന്നും അഡ്ജസ്റ്റ്മെന്റ് സെലക്ട് ചെയ്യുക. സാച്ചുറേഷൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇമേജിന്റെ സാച്ചുറേഷൻ അഥവാ കളർ തിരികെ കൊണ്ടുവരിക. ഇതുപോലെ തന്നെ ബാക്കി എല്ലാ ഇമേജുകളുടെയും കളർ വീണ്ടെടുക്കുന്നതിന് അപ്ലൈ ടു ഓൾ എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എല്ലാ ഇമേജുകളും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്നും കളറായി മാറിയിട്ടുണ്ട്. ഈ പ്രോജക്റ്റ് എക്സ്പോർട്ട് ചെയ്യിക്കുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യുക. സേവ് ആസ് വീഡിയോ കൊടുക്കുക. എക്സ്പോർട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഈ വിൻഡോ ക്ലോസ് ചെയ്ത് പ്രോജക്റ്റിലേക്ക് തിരികെ എത്താം. കർസർ ആദ്യത്തെ 2 ഇമേജുകളുടെയും നടുവിലായുള്ള പോയിന്റിൽ വെക്കുക. ഈ പോയിന്റ് ബുക്ക് മാർക്ക് ചെയ്യുന്നതിന് കർസറിന് മുകളിൽ ചെറുതായി ലോങ് പ്രസ് ചെയ്യുക. ഈ രീതിയിൽ ഓരോ 2 ഇമേജുകൾക്കും നടുവിലായുള്ള പോയിന്റിൽ കർസർ വെച്ചുകൊണ്ട് ബുക്ക് മാർക്കുകൾ നൽകുക. ഇവിടെ എല്ലാ പോയിന്റുകളും ബുക്ക് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ടൈം ലൈനിലുള്ള എല്ലാ ഇമേജ് ലെയറുകളും ഒന്നൊന്നായി ഡിലീറ്റ് ചെയ്ത് കളയുക.
നിങ്ങളുടെ കൈൻമാസ്റ്റർ എക്സ്പോർട്ട് ഫോൾഡറിൽ നിന്നും ആദ്യം നാം എക്സ്പോർട്ട് ചെയ്ത ഫയൽ ഓപ്പൺ ചെയ്യുക. ഓപ്ഷൻ ബാറിൽ നിന്നും സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാങ്കിൾ കൊടുക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും ക്രോമാ കീ സെലക്ട് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് ക്രോമ ഫംഗ്ഷൻസ് എനേബിൾ ചെയ്യുക. കീ കളർ ഇവിടെ ഗ്രീൻ കളർ തന്നെയാണ് സെലക്ട് ആയി കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ടെംപ്ലേറ്റിൽ നിന്നുമുള്ള ഗ്രീൻ കളർ നമുക്ക് വേണ്ട വിധം പൂർണ്ണമായും ഇല്ലാതെ ആയിട്ടുണ്ട്. നിങ്ങളുടെ കൈൻമാസ്റ്റർ എക്സ്പോർട്ട് ഫോൾഡറിൽ നിന്നും രണ്ടാമതായി നാം എക്സ്പോർട്ട് ചെയ്ത ഫയൽ ഓപ്പൺ ചെയ്യുക. ഈ 3 ഡോട്ട്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സെൻഡ് ടു ബാക്ക് കൊടുക്കുക. ഇമേജ് മാസ്കിനുള്ളിൽ കറക്റ്റ് ഫിറ്റ് ആവുന്ന വിധം നിങ്ങൾക്ക് വേണ്ട രീതിയിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ടെക്സ്റ്റ് ടൂളിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ലവ് കോഡ്സ് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ എൻ്റർ ചെയ്യുക. ഈ ലെയർ ഇവിടെ നിന്നും ഗ്രീൻ സ്ക്രീൻ മാസ്കിന് താഴെയായി കൊണ്ടുവന്ന് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഇൻ ആനിമേഷനിൽ ക്ലിക്ക് ചെയ്യുക. വൈപ്പ് റൈറ്റ് കൊടുക്കുക. ടൈം ലൈനിൽ നിന്നും ഈ ലെയറിന്റെ ഡ്യൂറേഷനും മുകളിലത്തെ ലെയറുകളുടെ ഡ്യൂറേഷന് സമമായി വെക്കുക. ഓരോ ഇമേജിനും അനുസൃതമായി ലവ് കോഡ്സുകൾ മാറി മാറി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആദ്യത്തെ ബുക്ക് മാർക്കിന് മുകളിലായി കർസർ വെക്കുക. ടെക്സ്റ്റ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ട്രിം ഓർ സ്പ്ലിറ്റ് സെലക്ട് ചെയ്ത് സ്പ്ലിറ്റ് കൊടുക്കുക. ഈ കീബോർഡ് സിമ്പലിൽ ക്ലിക്ക് ചെയ്ത് നിലവിലുള്ള ടെക്സ്റ്റ് ഡിലീറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട പുതിയ ടെക്സ്റ്റ് എൻ്റർ ചെയ്യുക. ഈ രീതിയിൽ ഓരോ ബുക്ക് മാർക്കിന് മുകളിലുമായി കർസർ വെച്ചുകൊണ്ട് ടെക്സ്റ്റ് ലെയർ സ്പ്ലിറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട കോഡ്സുകൾ എൻ്റർ ചെയ്യാവുന്നതാണ്. ഇവിടെ എല്ലാ ഇമേജുകൾക്കും അനുസൃതമായ കോഡ്സുകളും വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ബോർഡർ ലൈൻ ഇമേജ് ഓപ്പൺ ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാങ്കിൾ കൊടുക്കുക. ഈ ലെയറിന്റെ ഡ്യൂറേഷനും മുകളിലത്തെ ലെയറുകളുടെ ഡ്യൂറേഷന് സമമായി എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. ഈ ഓഡിയോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോയ്ക്കായി നിങ്ങൾ കരുതിയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഓപ്പൺ ചെയ്യുക. ഇവിടെ നമുക്ക് ഈ മ്യൂസിക് ഓപ്പൺ ചെയ്യാം. ഈ പ്ലസ് സിംബലിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത മ്യൂസിക് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യുക. ടൈം ലൈനിലുള്ള എല്ലാ ലെയറുകളുടെയും ഡ്യൂറേഷൻ ഒരുപോലെ തന്നെ ആയിരിക്കുവാൻ ശ്രദ്ധിക്കുക. ടൈം ലൈനിന് മുന്നിലെത്തി വീഡിയോ പ്ലേ ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഒപ്പം കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു.